നിയമപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് കൂടി നമ്മൾക്ക് വേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരമാണ് CBI അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ആവശ്യം. കാരണം വിദേശത്ത് പോയി അതും സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു എന്ന് അനുമതി തേടുകയും വിദേശത്ത് പോയതിനു ശേഷം ഒരു ചാരിറ്റി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് പണം അഭ്യർത്ഥിക്കുകയും ആ പുനർജനി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരുന്ന മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് 19 കോടിയിലധികം രൂപയാണ് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് FCRA ചട്ടലംഘനമാണ്, അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് വാദം. ഏതെങ്കിലും തരത്തിൽ ഈ പണം മറ്റേതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊരു പരാതിയില്ല. നെയ്ത്തുയന്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പ്രളയബാധിതരായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കണം എന്നായിരുന്നു അന്ന് പ്രസംഗത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്കത് പ്രേക്ഷകരെ കേൾപ്പിക്കാം. അതുകൂടിയാണ് യഥാർത്ഥത്തിൽ VD സതീശന് തിരിച്ചടിയാവുന്നത്. വിജിലൻസിന്റെ കണ്ടെത്തലും അത് തന്നെയാണ്. സ്വകാര്യ സന്ദർശനത്തിന് അനുമതിയെടുത്ത് വിദേശത്ത് പോയി UK-യിൽ നിന്ന് 22,500 പൗണ്ട് 19,95 ലക്ഷം രൂപയോളം ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വേണ്ടിയിട്ട് പണം സമാഹരിക്കുന്നതിനായി സംസാരിച്ചു. അതിന്റെ ഭാഗമായി അത്രയും പണം UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴി മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് FCRA ലംഘനമാണ് എന്നതാണ് ഈ കേസ് എന്ന് തന്നെ അല്ലേ? ഇത് CBIക്ക് വിടാതിരുന്നാൽ അത് ഒരു പ്രധാനപ്പെട്ട കുരുക്കായിട്ട് മാറുകയും ചെയ്യും. കാര്യം വിജിലൻസിന്റെ FCRA ചട്ടലംഘനം കണ്ടെത്തിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പൂഴ്ത്തി എന്നൊരു ആരോപണം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അത് CBI അന്വേഷണത്തിന് വിടാതെ തരമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ? TV പ്രസാദ്. അരുൺ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം പുറത്തു വരുന്നതോടുകൂടി പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസിനെ പോലെ തന്നെ CPIM-ഉമാണ് എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വിവരം വന്നു, ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് CBIക്ക് വിടാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അഴിമതിക്കെതിരെ നിരന്തരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതെന്ത് പറ്റി എന്ന് BJP ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റാത്ത വിധം കുഴങ്ങും CPIM-ഉം മുഖ്യമന്ത്രിയും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. മാത്രവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിൽ സഹതാപ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നടത്താൻ കോൺഗ്രസിനും കഴിയും അരുൺ. അതായത് ഈ ഒരു സമയത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് തന്നെയല്ലേ കേന്ദ്രത്തിൽ CBI-യെയും ED-യെയും ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളിലും BJP ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചു ചോദിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ അത് കരുതുമോ എന്നൊരു പേടി CPIM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടരുൺ. അതുകൊണ്ട് ഇതിലെ രാഷ്ട്രീയ തീരുമാനം അതേറെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽപ്പോൾ CBIക്ക് വിട്ടാലും വിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആംഗിളുകളിൽ ഇത് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിലൊരു ആശ്വാസം സർക്കാരിനും CPIM-നും ഉള്ളത് തൽക്കാലം ഒരു കാര്യം കൂടി TV പ്രസാദ്. കാരണം ഇപ്പോൾ ആന്റണി രാജുവിനെതിരെയുള്ള കേസിൽ ഇപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടു. ആന്റണി രാജുവിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ കണ്ടു. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ അയോഗ്യരാക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കണമെന്നുള്ളതാണ് ആവശ്യം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിനെ തന്നെ വലിയ രീതിയിൽ പ്രചരണായുധമായി ഉപയോഗിക്കും സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം. അപ്പോൾ ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഒരു തിരിച്ചടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ കേസ് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നില്ലേ? ഇതൊരു വാർത്തയുടെ കൂടി കാര്യമാണ് അരുൺ. എന്തൊക്കെ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശേഷിയുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് CPIM-നും സർക്കാരിനും തന്നെയാണ്. അത്തരം കാര്യങ്ങൾ കണ്ടാൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഇന്നലെ ഇപ്പോൾ ആന്റണി രാജുവിനെ ശിക്ഷിക്കുന്നു. ആന്റണി രാജു ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ നിയമവ്യവസ്ഥയെ തന്നെ നാണക്കേടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുന്നു. അതിന്റെ നടപടികളിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് കടന്നു കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും എന്ന് ഉറപ്പാണ്. സ്വാഭാവികമായി സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്ന കാലഘട്ടം നിലവിലെ അന്വേഷണ പ്രകാരം 2018-ലും 2019-ലും ആണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന് ഏതാണ്ട് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന വ്യക്തത വന്നു കഴിഞ്ഞു. അതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം വന്ന ആന്റണി രാജുവിനെ ശിക്ഷിച്ച വാർത്ത വരുന്നു. ചുരുക്കത്തിൽ ഇത് രണ്ടും കടുത്ത പ്രതിസന്ധിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിനും
CPIM-നും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും. അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു ആയുധമാണ് ഇത് എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് പറയാം. അത് ഒരു പരിധിവരെ കുറച്ച് ജനങ്ങളെയെങ്കിലും വിശ്വസിപ്പിക്കാൻ കോൺഗ്രസിനും കഴിയുമായിരിക്കും. ഇതിലെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് BJP കൂടിയാണ്. എന്തുകൊണ്ട് വിടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും അതിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങൾ അഴിമതിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരാണോ എന്ന് BJP തുടർച്ചയായി ചോദിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറുകയും ചെയ്യും. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള ഈ ഒരു 2 മാസം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് എത്രത്തോളം ഇനിയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയുമില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇടുത്തി പോലെ ആന്റണി രാജുവിന്റെ കേസിൽ വിധി വരുന്നത്. അത് ഉറപ്പായും LDF-ലെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെതിരായ വിധി അത് ആന്റണി രാജുവിന് മാത്രമല്ല തിരിച്ചടിയായിരിക്കുന്നത്, സംസ്ഥാനത്തെ സർക്കാരിനാണ്, LDF-നാണ്, CPIM-നുമാണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് പുതിയ വാർത്ത വരുന്നത്. പുനർജനി കേസ് CBI-ക്ക് വിടാനുള്ള ശുപാർശ, വിജിലൻസിന്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായും പുനർജനിയെക്കുറിച്ചുള്ള ചർച്ച സംസ്ഥാനത്ത് പുരോഗമിക്കുമ്പോൾ അത് CPIM ആണോ BJP ആണോ, ഇനി അതല്ല ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആണോ അതിൽ മുൻതൂക്കം നേടുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി ഇതിൽ വരാനുള്ള രാഷ്ട്രീയ തീരുമാനം ഏറെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഒരുപക്ഷെ മറ്റ് കേസുകളെ പോലെ തന്നെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഒന്നായി പുനർജനിയും മാറുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം പുനർജനി കേസ് ചർച്ച ചെയ്യുന്നു. ആന്റണി രാജു MLA-യുടെ ഈ പറയുന്ന ദുഷ്ചെയ്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഓക്കെ.